ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. സാംസങ്ങിൻ്റെ രണ്ടാമത്തെ ഫോൾഡബിൾ ഫോണിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഗാലക്സി സി ഫ്ലിപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ഫോൺ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന കമ്പനിയുടെ അൺപാക്ട് 2020 എന്ന പരിപാടിയിലാണ് ഈ ഒരു മോഡൽ അവർ അവതരിപ്പിച്ചത്. മുകളിൽ നിന്ന് താഴേക്ക് മടക്കുന്ന വിധത്തിലുള്ള നമ്മുടെ മോട്ടറോളയുടെ ഫോൾഡബിൾ റേസർ എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്. ആ ഒരു ഫോണിൻ്റെ അതേ ഒരു സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു സി ഫ്ലിപ്പ് എന്ന് പറഞ്ഞ സാംസങ്ങിൻ്റെ ഈ ഒരു ഫോണും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ ഫോണായ ഗാലക്സി ഫോൾഡ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതിനാൽ തന്നെ ഉടൻ തന്നെ ഈ ഒരു മോഡലും ഇന്ത്യൻ വിപണിയിൽ എത്തും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാന ഡിസ്പ്ലേ കൂടാതെ 1.1 ഇഞ്ച് വരുന്ന ഒരു സൂപ്പർ അമോലഡ് ഡിസ്പ്ലേ ഫോണിൻ്റെ ഡ്യുവൽ റിയർ ക്യാമറയ്ക്ക് അടുത്തുണ്ട്. സെൽഫികൾ എടുക്കാനും ഫോൺ മടക്കി വെക്കുന്ന സമയങ്ങളിൽ ടൈം, ഡേറ്റ്, നോട്ടിഫിക്കേഷൻസ്, കോളർ ID എന്നിവ അറിയാനുമാണ് ഈ ഡിസ്പ്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം. 6.7 ഇഞ്ചസ് ഫോൾഡബിൾ ഡൈനാമിക് അമോലഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. കോണിക് ഗോറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷനാണ് ഇതിന് വരുന്നത്. ആൻഡ്രോയിഡ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രോസസ്സറിൻ്റെ കാര്യമാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 855+ ആണ് വരുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. അഡ്രീനോ 640 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അവൈലബിൾ അല്ല, കാരണം ഇതിൻ്റെ ബേസിക് മോഡലിൽ തന്നെ ഇൻറ്റേർണൽ മെമ്മറി വരുന്നത് 8GB RAM 256GB ആണ്. ഈ ഒരു ഒറ്റ മോഡലേ ഇതിന് വരുന്നുള്ളൂ. ഡ്യുവൽ ക്യാമറയാണ് ഫോണിന് വരുന്നത്. 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും. സെൽഫി ക്യാമറ വരുന്നത് 10 മെഗാ പിക്സലിലാണ്. ടൈപ്പ് C USB പോർട്ടാണ് ഇതിന് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും അവൈലബിൾ ആണ്. ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ 3300 mAh ആണ് വരുന്നത്. കൂടാതെ 15 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. കളേഴ്സ് ആണെങ്കിൽ മിറർ ബ്ലാക്ക്, മിറർ പർപ്പിൾ, മിറർ ഗോൾഡ് എന്നിവയാണ്. സാംസങ്ങിൻ്റെ രണ്ടാമത്തെ ഫോൾഡബിൾ ഫോണാണ് ഇന്നിപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോട്ടറോളയുടെ ഫോൾഡബിൾ റേസർ എന്ന് പറഞ്ഞ ആ ഒരു ഫോണിൻ്റെ ഏകദേശം സമാനമായിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു സി ഫ്ലിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ അവർ ഇറക്കിയിട്ടുള്ളത്. സാധാരണ സാംസങ് ഫോൺസിൽ നമ്മൾ കാണുന്നത് പോലെ ക്യാമറയ്ക്ക് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഇതിൽ കൊടുത്തിട്ടില്ല. കാരണം ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. അതും 12 മെഗാ പിക്സലിൻ്റെയാണ് ഡ്യുവൽ ക്യാമറ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത്, അതായത് സെൽഫി ക്യാമറ വരുന്നത് 10 മെഗാ പിക്സലിലാണ്. ഞാൻ തൊട്ട് മുൻപ് ചെയ്ത വീഡിയോയിൽ ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫോണായിരുന്നു, അതായത് S20 Ultra എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇതുവരെ ഇറങ്ങിയ സ്മാർട്ട് ഫോൺസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സൂമിങ് കപ്പാസിറ്റിയിലൊരു മോഡലായിരുന്നു അത്. അപ്പം ഈ ഒരു ഫോണിൽ അത്രത്തോളം ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ മെമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് മോഡൽ, ഒരു മോഡൽ തന്നെ ഇതിന് ഇറങ്ങുന്നുള്ളൂ. ബേസിക് മോഡൽ തന്നെ 8GB RAM 256GB ആണ് ഇൻറ്റേർണൽ മെമ്മറി വരുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിവ്യൂസൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.